സിനിമാ സംവിധായകൻ ജോസ് തോമസിനെ അറിയില്ലേ? ആ ജോസ് തോമസ് സിനിമയെ വെല്ലുന്ന ഒരു ഡയലോഗുമായി ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നത് കാണുവാനിടയായി. കിരീടം സിനിമയിലെ ഒരു ഡയലോഗാണ് അതിനുവേണ്ടി എടുത്തു കാണിച്ചത്. കീരിക്കാടൻ ചത്തേ എന്ന് കീരിക്കാടന്റെ കൂടെ നടന്ന കൊച്ചിൻ ഹനീഫ പറയുന്ന ഡയലോഗ് എടുത്തു വെച്ചിട്ട് കേരള കോൺഗ്രസ് ചത്തേ എന്നാണ് ജോസ് തോമസ് പറയുന്നത്. ജോസ് തോമസിന് ജോസ് കെ മാണിയോട് വല്ലാത്തൊരു വിമിഷ്ടമുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലായി. സത്യത്തിൽ അത് ജോസിനോടുള്ള അസൂയ എന്നതിനേക്കാൾ അയാളുടെ പിതാവിനോടുള്ള പരാതിയും പരിഭവവും കൂടിയുള്ള ഒരു സമ്മിശ്ര വികാരമാണ് അതിൽ പ്രതിഫലിച്ച് കണ്ടത്. ആകുന്ന സമയത്ത് തൻ്റെ അപ്പൻ കെ എം മാണിയെ പോലെ മന്ത്രിയായി ശോഭിച്ചിരുന്നുവെങ്കിൽ എനിക്കും അതുപോലെ മന്ത്രിപുത്രനായും എം പിയായും എം എൽ എ ആയും ഒക്കെ വിലസമായിരുന്നല്ലോ എന്ന വിലാപകാവ്യമാണ് നമ്മൾക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. ജോസ് കെ മാണിക്ക് മനുഷ്യ സഹജമായ പല പോരായ്മകളുമുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ജോസ് തോമസ് പറഞ്ഞ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ജോസ് തോമസ് അന്വേഷിച്ചിട്ടുണ്ട്. കെ എം മാണി മരിച്ചു കഴിഞ്ഞപ്പോൾ പി ജെ ജോസഫിനെ പാർട്ടി ചെയർമാനാക്കി ജോസ് കെ മാണി വർക്കിംഗ് ചെയർമാൻ ആയാൽ പോരായിരുന്നോ എന്നാണ് ജോസ് തോമസ് ചോദിച്ച ചോദ്യം. ഞങ്ങൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു വസ്തുത ഇവിടെ ആവർത്തിക്കുന്നു. കെ എം മാണിയുടെ 40ാം ചരമദിനം അതറിയിക്കാനായി ജോസ് കെ മാണി ആദ്യം സി എഫ് തോമസിന്റെ വീട്ടിലെത്തി. സംസാരത്തിനിടെ അടുത്ത പാർട്ടി ചെയർമാൻ ആരായിരിക്കണമെന്ന് ഗ്രൂപ്പ് ലീഡർ എന്ന നിലയിൽ സി എഫിനോട് ജോസ് കെ മാണി അഭിപ്രായം ചോദിച്ചു. അത് പി ജെ ജോസഫ് ആയിരിക്കണമെന്ന് സി എഫ് തോമസ് പറഞ്ഞ മറുപടിക്ക് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഉറപ്പ് കൊടുത്താണ് ജോസ് കെ മാണി തൊടുപുഴ പി ജെ ജോസഫിന്റെ വീട്ടിലേക്ക് പോയത്. രാത്രി 9 മണിയോടെ പി ജെ ജോസഫിന്റെ വീട്ടിലെത്തിയ ജോസ് കെ മാണിയെ ഏതാണ്ട് 11 മണി വരെ ജോസഫിന്റെ വീട്ടിലെ പശുത്തൊഴുത്ത് മുഴുവൻ കൊണ്ടു നടന്ന് കാണിച്ചു. പിന്നീട് പാർട്ടി വിഷയത്തിലേക്ക് കടന്നു. ജോസഫ് സാർ തന്നെയായിരിക്കണം ചെയർമാൻ എന്നും മാണി സാറിന്റെ 40ാം ചരമദിനം കഴിയുമ്പോൾ ഏറ്റവും അടുത്ത ദിവസം പാർട്ടി ഫോറം വിളിച്ചു കൂട്ടി അതിന് തീരുമാനം ഉണ്ടാക്കണമെന്നും അതിനുവേണ്ട പൂർണ്ണ പിന്തുണ താനും തന്റെ കൂടെയുള്ളവരും നൽകുമെന്നും ജോസ് കെ മാണി പി ജെ ജോസഫിന് വാഗ്ദാനം നൽകി. പിറ്റേന്ന് രാവിലെ ജോയി എബ്രഹാമിനെ മരണാനന്തര ചടങ്ങ് അറിയിക്കുവാൻ ഇറങ്ങാൻ നേരം ജോസ് ജോയിയെ വിളിക്കുന്നു, താൻ അങ്ങോട്ട് വരുവാണെന്ന് പറയാൻ. അപ്പോൾ താൻ പാലായിൽ എത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ കരിങ്ങോഴയ്ക്കൽ വീട്ടിലേക്ക് എത്തുമെന്നും ജോയി എബ്രഹാം ജോസിനെ അറിയിച്ചു. ഇരുവരും കൂടി സംഭാഷണം ആരംഭിക്കുമ്പോൾ ജോയി എബ്രഹാമിന് പി ജെ ജോസഫിന്റെ ഫോൺ കോൾ വരുന്നു. ജോസിനെ ഇന്നലെ കണ്ടിരുന്നു, ഞാൻ ചെയർമാൻ ആകുന്നതിൽ ജോസിന് എതിർപ്പില്ലെന്ന് തന്നെ ജോസ് അറിയിച്ചിട്ടുണ്ടെന്നും പി ജെ ജോസഫ് ജോയി എബ്രഹാമിനോട് പറയുന്നു. ഇത് കേട്ട് പെട്ടെന്ന് ക്ഷുഭിതനായ ജോയി എബ്രഹാം ജോസ് കെ മാണിയോട് ചോദിച്ചു, ഗ്രൂപ്പിൽ ആലോചിക്കാതെ ഇതുപോലെ വാക്ക് കൊടുത്തത് എന്തിനാണെന്ന്. ജോയി എബ്രഹാമിന്റെ അഭിപ്രായം അനുസരിച്ച് അന്ന് രാത്രി തന്നെ സി എഫ് തോമസും ജോയി എബ്രഹാമും തോമസ് ഉണ്ണിയാടനും അടക്കമുള്ള ഗ്രൂപ്പ് ലീഡർമാർ യോഗം ചേരുകയും പി ജെ ജോസഫ് ചെയർമാനും ജോസ് കെ മാണി വർക്കിംഗ് ചെയർമാനും ആയിരിക്കണമെന്ന തീരുമാനം പി ജെ ജോസഫിനെ അറിയിക്കുവാൻ ജോയി എബ്രഹാമിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ജോസ് കെ മാണിക്ക് വർക്കിംഗ് ചെയർമാൻ സ്ഥാനം നൽകുകയില്ലെന്നും പഴയ വൈസ് ചെയർമാൻ സ്ഥാനം തുടരണമെന്നും ടി യു കുരുവിളയെ യാക്കോബായ സഭയുടെ പ്രതിനിധിയായി വൈസ് ചെയർമാനായി ഉൾപ്പെടുത്തണമെന്നും പി ജെ ജോസഫ് മറുപടി പറഞ്ഞതായി ജോയി എബ്രഹാം അറിയിക്കുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഒരു ക്ലബിന്റെ മൂലയിലുള്ള ഇടുങ്ങിയ ഹാളിൽ കെ എം മാണി അനുസ്മരണം എന്ന പേരിൽ ഒരു യോഗം വിളിച്ചുകൂട്ടി. ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ യോഗസ്ഥലത്ത് വെച്ച് ഇതുപോലെ ഒരു വലിയ നേതാവിന്റെ അനുസ്മരണം നടത്തേണ്ട സ്ഥലമല്ല ഇതെന്ന് വിമർശനം നടത്തി. ഏതായാലും അന്ന് പി ജെ ജോസഫിനെ അനുകൂലിക്കുന്ന ചെയർമാനെ തെരഞ്ഞെടുക്കുവാൻ യോഗ്യതയുള്ള പാർട്ടി നേതാക്കന്മാർ തിരുവനന്തപുരത്ത് രഹസ്യമായി യോഗം ചേർന്ന് മിനിറ്റ്സ് ബുക്കിൽ നേരത്തെ തന്നെ ഒപ്പുവെച്ചു. ദേശാഭിമാനി പത്രത്തിൽ അനുശോചന യോഗത്തിന് ശേഷം ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന വാർത്ത കണ്ട് കൊല്ലം ജില്ലയിൽ നിന്നുള്ള പാർട്ടി വോട്ടവകാശമുള്ള ആദിക്കാട് മനോജ് തിരുവനന്തപുരം സബ് കോടതിയിൽ നിന്നും അജണ്ടയിൽ പറഞ്ഞിട്ടുള്ള അനുശോചനം ഒഴികെ മറ്റൊരു കാര്യവും അവിടെ ചെയ്യരുതെന്നും തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ നിയമപ്രകാരം നോട്ടീസ് നൽകി മാത്രമേ നടത്താവൂ എന്നും പറഞ്ഞ് ഉത്തരവ് കോടതിയിൽ നിന്നും വാങ്ങുകയും അത് യോഗസ്ഥലത്ത് കോടതി ആമീൻ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. പിന്നീട് നിയമപ്രകാരം നോട്ടീസ് നൽകി യോഗം വിളിച്ചു ചേർത്ത് ജോസ് കെ മാണി ചെയർമാനുമായി. ഇവിടെ ചതി നടത്തിയത് ആരാണ്? ജോസ് തോമസേ. പാർട്ടി ഒന്നടങ്കം വിഴുങ്ങുവാൻ ശ്രമം നടത്തിയത് ആരാണ്? ജോസ് തോമസേ. ഇനി പാലായിൽ ജോസിനെ റോഷി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച കാര്യം, അവനവന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്നതാണ് ബുദ്ധി. കൃത്യസമയത്ത് റോഷിയെ കൊണ്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അതിന്റെ പേരിൽ വരാവുന്ന മുഴുവൻ നെഗറ്റീവുകളും റോഷി ഏറ്റെടുക്കുകയും ചെയ്തു. മാത്രമല്ല, ജോസിനെതിരെയുള്ള ചർച്ചകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്താതെ ബോധപൂർവം നടത്തിയ ഒരു നീക്കമാണത്. പിന്നെ റോഷി ജോസിനിട്ട് പണി കൊടുക്കുമെന്ന പ്രവചനം, അതിന് റോഷിയെയും ജയരാജനെയും വേറെ നോക്കണം. കാരണം അവർ രണ്ടുപേരും അങ്ങനെ ഒരു വിഷയമുണ്ടായാൽ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിൽ പോകുന്നവരാണ്. അത് ജോസിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടൊന്നുമല്ല, ഗുരുസ്ഥാനീയനായ കെ എം മാണിയോടുള്ള ആത്മബന്ധമാണ്. അതൊരുപക്ഷെ നിങ്ങളെപ്പോലെയുള്ളവരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല.
അതിനുവേണ്ടി നടക്കുന്നവർക്ക് പണ്ട് മുട്ടനാടിന്റെ പുറകെ നടന്ന ചെന്നായുടെ അനുഭവമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇനിയും ചില സത്യങ്ങൾ കൂടി ജോസ് തോമസിനോട് പറയാനുണ്ട്. അത് 9-ാം തീയതി വൈകുന്നേരം പറയാം, കാത്തിരിക്കണം. ജോസ് തോമസ് ഈ സത്യങ്ങളൊന്നും അറിയാതെ വെറുതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന നിലയിൽ ആരെയെങ്കിലും താറടിക്കുവാൻ വേണ്ടിയോ സൂപ്പിക്കാൻ വേണ്ടിയോ പറയരുത്. പിന്നെ കാപ്പൻ ജയിക്കുമെന്നത് ONV കുറുപ്പിന്റെ ഒരു കവിത പോലെയാണ്. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാനൊരു മോഹം, അത്രയേ ഉള്ളൂ.